നിന്റെ സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്ത് തന്നുണ്ട്. ഇതാ നീ ചോദിച്ച പൈസ. പറ, പുണ്യാളനെ എവിടെയാണ്? പുണ്യാളനെ ഞാൻ അച്ചായന്റെ ഐസ് പ്ലാന്റിൽ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക. കൂടെയുള്ള ആരോടെങ്കിലും ഡാർവിൻസ് ഐസ് ഫാക്ടറിയിലെ വാട്ടർ ടാങ്കിൽ ചെന്നും നോക്കാൻ പറ അച്ചായോ. അവിടെ ഉണ്ടാ? ഹലോ എടാ, നീ ആ മുകളിലെ വാട്ടർ ടാങ്കിൽ പോയിട്ടെ അവിടെ എന്തെങ്കിലും കിടക്കണ്ടോ നോക്കിയേ. നമ്മുടെ കുട്ടികള് ഒന്ന് വെച്ചിട്ട് പോടാ നിന്റെ അമ്മാമ്മയുടെ. ഒരു ഉപകാരമില്ലാത്ത ഓരോരുത്തന്മാരും. നീ കൊള്ളാം. എന്റെ കൂടെയുള്ളൊക്കെ ഇന്റർനാഷണൽ വേസ്റ്റുകളാണ്. നീ എന്റെ കൂടെ വെക്കുന്നു? അച്ചായോ, ഞാനേ കൊട്ടാരക്കരയെന്ന് കൊച്ചിക്ക് വലിയ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാതെ കെട്ടിയോളെയും കൊണ്ട് ജീവിക്കാമെന്നൊരു സത്യക്രിസ്ത്യാനിയാ. വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഇനി നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാന്നായപ്പോ തമ്പുരാൻ തന്നൊരു ധൈര്യത്തിൽ കളിക്കാൻ ഇറങ്ങിയതാ ഞാൻ ഈ കളി. പക്ഷെ ഇപ്പോ വീണ്ടും നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ടെന്നൊരു തോന്നല്. അതുകൊണ്ട് ഞാനില്ല ചായോ, എന്നെ വിട്ടേക്ക. എന്താണ്ടൊന്നും മിണ്ടാത്തത്? എന്തു പറ്റി? പുണ്യാളെ കിട്ടിക്കഴിഞ്ഞാ ഉറക്കൊന്നാ മലത്തൊന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? എടാ, ഉറക്കാൻ തന്നെയാണ് ഇരുന്നത്. പിന്നെ ആലോചിച്ചപ്പോ അവൻ ചെയ്തതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ഇന്ന് സോളമന്റെ വാളവൻ തടഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ എന്റെ തല നിലത്തിടുന്നേന്. ഗോറില്ല ഡാർവിൻ പടമായി പോയേനെ. അതറിയാവാ? പാടം ഇതിലും ഭേദം അതായിരുന്നു. എടാ, അവന്റെ കൊച്ചു പോയില്ലേ? എന്റെ സ്റ്റെഫി മോക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുക. നമ്മളിതൊക്കെ തന്നെയല്ലേ ചെയ്യണത്. അതിനാണ് അവനും ചെയ്തത്. അവൻ നല്ലവനാടാ. അച്ഛൻ എന്ത് വർത്താനം പറഞ്ഞത്? ഇങ്ങനത്തെ വട്ടായ അച്ഛൻ അവന്റെ ഭാഗമായിട്ടാ. എടാ, എന്റെ ബുദ്ധിക്ക് സ്ഥിരതക്കുറവൊന്നുമില്ല. അവൻ ചെയ്തത് ശരിയാണല്ലെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. അച്ചായ മാലാക നോക്കടാ. നോക്കിയേ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എടാ, എനിക്കൊന്ന് കാണിച്ചോടാ. എവിടാ മാലാകയില്ലൊരു പോയെ. എനിക്ക് കാണാച്ചോ.